ഓണം സീരീസിലെ മൂന്നാമത്തെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതൊരു ഒഴിച്ചുകറി ആയിട്ടാണ് നമ്മൾ സദ്യയിൽ വിളമ്പാറുള്ളത്. ഇങ്ങനെയുള്ള കറികൾ തയ്യാറാക്കുമ്പോൾ കൂടുതലും മൺചട്ടിയോ കലച്ചട്ടിയോ യൂസ് ചെയ്യണതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. മാങ്ങ തൊലി കളഞ്ഞ് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എരിവിന് ആവശ്യമായ പച്ചമുളക് ചതച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മാങ്ങയുടെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി മാങ്ങ വെവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ മാങ്ങ വേവിച്ചെടുക്കാം. മാങ്ങ വെന്ത് വരുമ്പോഴേക്കും അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു മുറി നാളികേരം ചിരുകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ കട്ടത്തൈരാണ് ഞാൻ ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി താളിച്ചെടുക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കറി താളിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് മാമ്പഴ പുളിശ്ശേരി. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അതുപോലെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ.